നമസ്കാരം. ഡെമോക്രേസിയാണ്. എല്ലാവർക്കും സ്വാഗതം. സരിത എസ് നായർ നാട്ടിലിറങ്ങി വീണ്ടും ചർച്ചകൾ ഉണ്ടാക്കുകയാണ്. അബ്ദുള്ളക്കുട്ടിയുമായുള്ള കച്ചവടം തീരുമാനത്തിൽ എത്താത്തതുകൊണ്ട് പീഡന കേസിൽ മൊഴി കൊടുക്കുന്നത് അനിശ്ചിതമായി നീട്ടിവെക്കുകയാണ് എന്ന് ശത്രുക്കൾ പറഞ്ഞു പരത്തുന്നു. കോടതി കേസ് മാറ്റിവെച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മൊഴി കൊടുക്കാനെത്തുക, എത്തിയാൽ തന്നെ മൊഴി കൊടുക്കാതെ ഒഴിഞ്ഞു മാറുക എന്നതൊക്കെയാണ് അബ്ദുള്ളക്കുട്ടി കേസിൽ ഇപ്പോൾ സരിതയുടെ സമീപനം. എന്നാൽ പരാതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. കോടതിയെ കൂടി പറ്റിച്ചുകൊണ്ട് സരിതോർജ മാതൃകയിലുള്ള പുതിയൊരു തന്ത്രമാണോ ഇത് എന്നാണ് പലരും ചോദിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മൊഴി കൊടുക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ കോടതി കേസ് നേരത്തെ വിളിച്ചു, പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും ഡോക്യുമെന്റ്സ് ഫുള്ളുണ്ട്. അതെ, എല്ലാ ഡോക്യുമെന്റ്സും കയ്യിലുണ്ട്. ഒരു ഫോൺ ഡോക്യുമെന്റ്സ് അടക്കം, കോൾ ലിസ്റ്റ് അടക്കം ഫുൾ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം പിന്നെ കോടതി കുറച്ച് നേരത്തെ കേസ് വിളിച്ച് 29ലേക്ക് മാറ്റി. പാത്രത്തിൽ ഞണ്ടു വീണാലൊടലൊടലൊടല്ലേ, മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജല. അപ്പോൾ ഈ അബ്ദുള്ളക്കുട്ടിക്കെതിരെ പരാതിയിൽ നിന്ന് സരിത പിന്മാറുന്നു ചില മാധ്യമങ്ങൾ. അതെനിക്ക് അതിന് ഉത്തരം പറയേണ്ട ഞാനല്ല. ഞാൻ അങ്ങനെ ഒരു അടിസ്ഥാനമില്ല. അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. നിൽക്കില്ല. വിരിഞ്ഞ പാലപ്പൂമണം വന്നാൽ ഗുമുകുമകുമകു. 2:45 തന്നെ നമ്മൾ ഹാജരായിരുന്നു. ഞങ്ങൾ അവിടെ കാറിൽ വെയിറ്റ് ചെയ്തു. എൻ്റെ ഇവിടുത്തെ അഡ്വക്കേറ്റ് രാഹുലാണ്. രാഹുൽ ഒരു ഹിയറിംഗ് കഴിഞ്ഞ ഉടനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹിയറിംഗ് കഴിയുന്നതിന് ഞങ്ങൾ വിളി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നടന്ന് മേളി ചെന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 2:38 കേസ് വിളിച്ചു മാറ്റി. കൂട്ടിൽ കല്ലു വീണാലു. എന്നെ സംബന്ധിച്ച് കോടതിക്കകത്ത് കയറുക എന്ന് പറയുന്നത് ഞാൻ മിക്ക കോടതികളിലും ആ ടൈം പാലിച്ച് മാത്രമാണ് കയറി പോകാറുള്ളത്. അല്ലാതെ നേരത്തെ പോയി ഇരിക്കുന്ന 1-2 റെയർ കോടതികൾ മാത്രമേ ഉള്ളൂ. ഭയങ്കരമായ സ്ഥലം എന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് ഞാൻ മിക്കപ്പോഴും കേസിന്റെ കറക്റ്റ് സമയത്ത് മാത്രമേ കോടതിക്കകത്ത് കയറാറുള്ളൂ. എൻ്റെ അഡ്വക്കേറ്റിന്റെ നിർദ്ദേശമില്ലാതെ ഞാൻ ഒരു കോടതിക്കകത്തും എൻ്റർ ചെയ്യാറില്ല. ഇല്ല, ഇനി ഒരു അവസരം ഇല്ലെന്നല്ല. ഇന്ന് ഞാൻ അവസരം ഉപയോഗിക്കാൻ തയ്യാറാണ്. ഇപ്പൊ കോടതി വിളിച്ചാലും ഇപ്പോൾ റെഡിയാണ്. ഞാൻ എന്റെ സമയത്തല്ല എനിക്ക് തന്ന ഓപ്പൺ കോർട്ടിൽ ഞങ്ങളോട് പറഞ്ഞ സമയം 3 o'clock ആണ്. 3 o'clock ഞാൻ ഇവിടെ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ കറക്റ്റ് ടൈം നമ്മൾ ചോദിച്ച് 3 o'clock തന്നെയാണ് ഞങ്ങൾ എടുത്തത്. അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പം ആ അലിഗേഷനിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലകത്ത് രാഷ്ട്രീയപരമായ ഒരു കാര്യങ്ങളുമില്ല. രാഷ്ട്രീയപരമായ ഗൂഢാലോചനയ്ക്ക് ഞാൻ ഒരു രാഷ്ട്രീയക്കാരിയല്ല. സുധാകരൻ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യം എനിക്ക്. അബ്ദുള്ളക്കുട്ടിയുടെ കാര്യം എന്തായാലും കട്ടപ്പുകയാണത്രേ. രാജിവെപ്പിക്കുകയോ സുധാകരൻ മത്സരിക്കുകയോ ജയിച്ച് വനം മന്ത്രിയാവുകയോ ഒക്കെ ചെയ്യട്ടെ. അപ്പോൾ സരിതയോട് ഒരു നന്ദി മാത്രം സൂക്ഷിച്ചാൽ മതി. എന്നാൽ നന്ദിയില്ലാത്ത ചിലരുണ്ട്. ഉമ്മൻചാണ്ടിയെ പോലെ. ആർ ബാലകൃഷ്ണപിള്ള സരിതയുടെ രഹസ്യമൊഴി ഇത്രയും നാൾ സൂക്ഷിച്ചു വച്ചിട്ടും ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നില്ല. പിള്ളേച്ചൻ മൊഴി പുറത്തുവിടും എന്നുവരെ പറഞ്ഞു നോക്കി. എന്തു ചെയ്യാൻ? ചാണ്ടിയുണ്ടോ കേൾക്കുന്നു. ഞങ്ങൾക്ക് അർഹതയുള്ള മന്ത്രിസ്ഥാനത്തോടുള്ള കൊതിയൊന്നുമല്ല. മന്ത്രിയായിട്ട് 2 കൊല്ലം ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ദോഷമല്ലാതെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഗണേശൻ മന്ത്രിസ്ഥാനത്ത് 2 കൊല്ലം ഇരുന്നതുകൊണ്ട് പാർട്ടിക്ക് ദോഷമല്ലാതെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. പാർട്ടിയെ ധിക്കരിച്ചും ഉമ്മൻചാണ്ടിയെയും രമേശിനെയും ഒക്കെ കൂടെ നിർത്തി അനുകൂലിച്ചു ഇങ്ങനെ പോകുമായിരുന്നു. പേഴ്സണൽ സ്റ്റാഫിനെ പോലും അവരുടെയൊക്കെ സ്റ്റാഫിനെയാണ് എടുത്തത്. ഞങ്ങളുടെ സ്റ്റാഫിനെ ഒന്നും എടുത്തിട്ടില്ല. കംപ്ലീറ്റ് ഞങ്ങളുടെ ഔട്ട് ഓഫ് കൺട്രോളായിരുന്നു. പക്ഷേ ഇതൊരു പാർട്ടിയുടെ പ്രസ്റ്റീജ് എന്നുള്ള നിലയ്ക്കാണല്ലോ. ഇപ്പം ഗണേശൻ മന്ത്രിയാകുന്നതല്ല പ്രശ്നം. തുല്യത വേണ്ട ഒരു മുന്നണിയിൽ പാർട്ടിയുടെ ഒരു അന്തസ്സ് എന്നുള്ള നിലയ്ക്കാണ് പാർട്ടി ഈ കാര്യം കാണുന്നത്.
അത് പരിഹരിച്ച് കിട്ടുമെന്നാണ് വിശ്വാസം. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ വാക്കും കേട്ട് കൊല്ലത്തും മാവേലിക്കരയിലും സ്ഥാനാർത്ഥിയെ പോലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിജയിപ്പിച്ചു ബി കോൺഗ്രസും പിള്ളേച്ചനും. മാവേലിക്കര കൊല്ലം പാർലമെൻറ്റ് സീറ്റുകളിൽ ഞങ്ങളുടെ സ്വാധീന സീറ്റുകളാണ്. ഇത്രയും വോട്ടൊക്കെ ഒരു നിയോജകമണ്ഡലത്തിൽ മറിക്കാൻ ഞങ്ങൾ വിചാരിച്ചാൽ മതി. ഈ ഭൂരിപക്ഷമൊക്കെ ഇപ്പം കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി ചിലവഴിച്ചെന്ന് മാത്രമല്ല, പണവും ചിലവാക്കിയ ഞങ്ങളുടെ പ്രവർത്തകന്മാർ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയാണ്. ആരുടെയും പൈസയൊന്നും വാങ്ങിച്ചിട്ടില്ല, ഒരുത്തരുടെയും. ഞാൻ തന്നെ കുറേയൊക്കെ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റുമാരെ സഹായിക്കാനൊക്കെ ഞാൻ തന്നെ പൈസ ഒരുപാട് പിരിവില്ലാത്ത ആളാണ്. ജീവിതത്തിൽ ഇന്ന് വരെ കളക്ഷൻ എടുക്കാത്ത ഒരു ആളാണ് ഞാൻ. പിരിച്ചിട്ടേയില്ല, ഇനിയും പിരിക്കില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞാനിത് എൻ്റെ കാശ് കൊണ്ടാണ് കൊണ്ട് കിടക്കുന്നത്, എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആദായം. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി വന്നിട്ടും ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും അംഗീകരിച്ചു കൊടുത്തു. പാർലമെൻറ്റിന് അങ്ങേയറ്റം സഹകരിച്ചു. ഉമ്മൻചാണ്ടി എനിക്ക് വാക്കുകയും ചെയ്തു. ആ ഉറപ്പിന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ഉമ്മൻചാണ്ടി തിരിച്ചു ചോദിക്കും. കൊടിക്കുന്നിൽ സുരേഷാണ് സാക്ഷിയെങ്കിലും അങ്ങേര് ജയിച്ചു കയറിയപ്പോൾ ഉറപ്പ് കൊടുക്കുന്നതൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല എന്നാണ് നിലപാട്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഉറപ്പ് വല്ലതും തന്നിരുന്നോ? ഉറപ്പ് നൽകിയിരുന്നു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആർക്കും ഒരു സംശയവുമില്ല. അതിന് സാക്ഷിയുണ്ട്. ഒന്നാം സാക്ഷി കൊടിക്കുന്നിൽ സുരേഷ് തന്നെ. മുഖ്യമന്ത്രിയും ബാലകൃഷ്ണ സാറും ഗണേഷ് കുമാറും തമ്മിൽ സംസാരിച്ചിരുന്നു. പത്തനാപുരത്ത് വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്നപ്പോൾ അവർ മൂന്നുപേരും തമ്മിൽ കണ്ടിരുന്നു. ആ കാണുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കണമെന്നുള്ളത് ഇവിടുത്തെ ആളുകളുടെ ഒരു വികാരമാണ്, ഏറ്റവും വലിയ ആവശ്യമാണ്. UDF പ്രവർത്തകർക്ക് ഗണേഷ് കുമാർ മന്ത്രിയായി വരണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അത് പരിഗണിക്കണമെന്ന് ഗണേഷ് കുമാറിൻ്റെയും ബാലകൃഷ്ണ സാറിൻ്റെയും സാന്നിധ്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം അവർ തമ്മിലുള്ള ചർച്ച നടന്നു. ഉറപ്പ് തന്നില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറയട്ടെ. കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും കൂടെ സാന്നിധ്യത്തിലാണ് ഇത് നടന്നത്. ഉറപ്പ് തന്നില്ല എന്ന് സുരേഷ് പറയട്ടെ. ആ ചർച്ചയുടെ സമയത്ത് ഞാനില്ലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചർച്ചയിൽ എന്താണ് ഒരു പരസ്പരം സംസാരിച്ച് ധാരണയിലെത്തിയതെന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. നീ എനിക്കെതിരെ സാക്ഷി പറയുമെടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഞങ്ങൾ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ശക്തിയേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസവും സ്നേഹവുമാണ് പ്രധാനമായ ഒരു ഘടകമായി ഞാൻ കാണുന്നത്. അല്ല പാർട്ടിയുടെ അല്ല, മറ്റു പല പാർട്ടിക്കും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതൊക്കെ ഇത്തവണ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലായിടത്തും. ആ സ്വാധീനം കാര്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ജയിച്ച MPമാർക്കറിയാം, അവിടുത്തെ കമ്മിറ്റിക്കാർക്കറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ അറ്റകൈക്കാണ് സരിതയെ രംഗത്തിറക്കിയത്. സരിതയുടെ ആ മൊഴി പുറത്തുവിട്ടാൽ സർക്കാർ തന്നെ താഴെ പോകുമെന്ന് പിള്ള ഭീഷണിപ്പെടുത്തി. അതു തൻ്റെ കയ്യിലുണ്ടെന്നും UDF യോഗത്തിൽ പ്രഖ്യാപിച്ചു അത്രേ. സരിതയാണെങ്കിൽ നിഷേധിക്കാനോ അനുകൂലിക്കാനോ പോകാതെ ഒരു കൈ സഹായം നൽകുകയാണ് ഗണേശന്റെ മന്ത്രി കസേരയ്ക്ക്. ബാലകൃഷ്ണ പിള്ള സാറിന്റെ അതിന്റെ കോപ്പി വരാൻ യാതൊരു ന്യായവും ഇല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ അതിലുള്ള ചില കാര്യങ്ങൾ വ്യക്തമായി അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പം മന്ത്രിയാക്കുന്നതുമായി സംബന്ധിച്ച് എന്തുകൊണ്ട് എന്റെ പേര് വലിച്ചഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എല്ലാ വിഷയങ്ങളിലും വലിച്ചഴിക്കാൻ പറ്റിയ ഒരു പേര് മാത്രമാണ് സരിത. അപ്പം അദ്ദേഹം അത് യൂസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി രണ്ടും കൽപ്പിച്ചാണ്. എന്നാ പിന്നെ മൊഴി പുറത്തുവിടട്ടെ, എന്നിട്ടാകാം മന്ത്രിസഭ പുനഃസംഘടന എന്ന് പിള്ളേച്ചന്റെ ഭീഷണികളെ തകർത്തു കളഞ്ഞു. UDF അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ, അവർ പാർട്ടി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് UDF പരിഗണനയിലാണ്. UDF എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ചർച്ചയൊന്നുമില്ല. ഗണേശനെ മന്ത്രിസ്ഥാനം സത്യപ്രതിജ്ഞ ഇല്ല, പിന്നെ പാർട്ടി അതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കും. അപ്പം ഞാൻ അത് സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങളുമായിട്ട് പറയൂ, അത് ഞങ്ങൾ തമ്മിലല്ലേ പറയത്തുള്ളൂ. അത് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നാൽ എടുക്കും. അതിപ്പോൾ വലിയ ഗുണമൊന്നും ചെയ്യുമെന്നോ ദോഷം ചെയ്യുമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനിയൊരു കാര്യങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനൊക്കെ ബാധിക്കും. ഞാൻ എന്തുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറയണം. ഞങ്ങളുടെ മന്ത്രിസ്ഥാനം എടുത്തു മാറ്റിയത് ഇന്നലെ ഞാൻ ചോദിച്ചതാണ്, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ആ ആവശ്യം
അത് പരിശോധിക്കും, പരിഗണിക്കും എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അത് UDF ചർച്ച ചെയ്താണ് എന്നെ ചുമതലപ്പെടുത്തിയത്. കോൺഗ്രസ് നേരത്തെ മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ ഓരോ പാർട്ടിക്കും ഇന്ന മന്ത്രിമാർ, ഇത്ര മന്ത്രിമാരെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ മന്ത്രിമാരെ കോൺഗ്രസ് എടുത്തതൊരു ഘടകകക്ഷിയുടെ മന്ത്രിസ്ഥാനമല്ല, അങ്ങനെ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തതാണ് ഞാൻ പറഞ്ഞത് അധാർമികം എന്ന് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞല്ലോ, ചർച്ച കഴിഞ്ഞു. കറക്റ്റ്, അത് തന്നെ. കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാനും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനും കേരള കോൺഗ്രസ് ബി രക്തസാക്ഷിയാകണം എന്ന് പറയുന്നത് ശരിയല്ല. ഘടകകക്ഷി എന്ന പരിഗണനയ്ക്ക് മേൽ ഒടുവിൽ ആ മന്ത്രി പദവി കടന്നുവരും എന്ന പ്രതീക്ഷ പിള്ളേച്ചനെയും ഗണേശനെയും രക്ഷിക്കട്ടെ. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് വേഷം മാറിയ കുമ്പിടി സ്വാമി. ജ്യോതിഷത്തിൽ കുമ്പിടിക്ക് ഗുരുസ്ഥാനിയൻ ചങ്ങരപ്പള്ളി കുഞ്ഞൂട്ടപ്പണിക്കൻ. കുണ്ഡലിനി സൂത്രം ഗ്രഹിച്ച് ശിഖയിൽ പത്മദളം വിടർത്തിയ കുമ്പിടിയുടെ മുന്നിൽ പഴയ ഗുരു ശിക്ഷപ്പെട്ട കഥ വേറെ. ഇപ്പൊ കുമ്പിടി സ്വാമിയൊക്കെ മാറി കേട്ടാ, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്രാവശ്യത്തെ ഇതില് ഈ ഇലക്ഷനോടുകൂടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മുളയാണ്ടവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.